മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ലേണിംഗ് ഔട്ട്കമ്മിൽ വരുന്ന അഡൾട്രൻസ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ഫീഡ്. തീറ്റ വസ്തുക്കളിൽ സാധാരണയായി ചേർക്കുന്ന മായങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയാൽ തന്നെ കാണുന്ന വിഷപദാർത്ഥങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അഡൾട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മായം ചേർക്കൽ. അപ്പോൾ എന്താണ് മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അല്ലെങ്കിൽ അഡൾട്രന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Adulterant can be defined as an intentional admixture of a pure substance with some low quality substances for earning more profit. അതായത് നമ്മൾ മനഃപൂർവമായി കൂടുതൽ ലാഭം കിട്ടുന്നതിലേക്കായി വില കുറഞ്ഞതോ അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞതോ ഉപയോഗയോഗ്യമോ അല്ലാത്ത മറ്റു വസ്തുക്കളെ ഉപയോഗയോഗ്യമായ തീറ്റ വസ്തുക്കളിൽ ചേർക്കുന്നതിനെയാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഏത് വസ്തുവാണോ അഡൾട്രേഷന് ഉപയോഗിക്കുന്നത് ആ വസ്തുവിനെ നമ്മൾ അഡൾട്രന്റ് എന്ന് പറയുന്നു. സാധാരണ കോഴിത്തീറ്റയിലൊക്കെ ഉപയോഗിക്കുന്ന അഡൾട്രന്റ് അല്ലെങ്കിൽ മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് മണലോ ഉമിയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളായിരിക്കും. ഇവിടെ സാധാരണ തീറ്റ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന അഡൾട്രൻസ് മായം ഏതൊക്കെയാണ് എന്ന് പറയുന്നു. ഗ്രൗണ്ട് കേക്ക്, കടലപ്പിണ്ണാക്ക്, കടലയുടെ തോട്, യൂറിയ, മറ്റ് ഉപയോഗയോഗ്യമല്ലാത്ത പിണ്ണാക്കുകൾ മായം ചേർക്കാൻ ഉപയോഗിക്കുന്നു. സോയാബീൻ മീൽ, യൂറിയയും ഫ്രഷ് ആയിട്ടുള്ള സോയാബീനും അഡൾട്രേഷൻ ഉപയോഗിക്കുന്നു. എണ്ണ നീക്കം ചെയ്ത് റൈസ് അല്ലെങ്കിൽ വീറ്റ് ബ്രാനിൽ ഉമി, അറക്കപ്പൊടി എന്നിവ ഉപയോഗിക്കുന്നു. ഫിഷ് മീലിൽ ഉപ്പ്, സാൻഡ്, മണൽ, യൂറിയ എന്നിവ ഉപയോഗിക്കുന്നു. മിനറൽ മിക്സ്ചർ, അതായത് ധാതു ലവണ മിശ്രിതങ്ങളിൽ സാധാരണ ഉപ്പ്, മണൽ, മാർബിൾ പൗഡർ, ലൈംസ്റ്റോൺ എന്നിവ ഉപയോഗിക്കുന്നു. മൊളാസസ്, ഷുഗർ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന കരിമ്പിൻ്റെ ചണ്ടിയിൽ വാട്ടർ അഡൾട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ചോളത്തിന് ചോളം എടുത്തു കഴിഞ്ഞിട്ട് നടുക്കുള്ള ഫൈബർ കണ്ടന്റ് കൂടിയ പാർട്ട് കോബ് അഡൾട്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ രണ്ട് ടേംസ് പറയുന്നു. ഒന്ന് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. It may be defined as those substances which are generated in natural feedstuff during normal metabolism and by different mechanisms exert effects contrary to optimum nutrition. സാധാരണ തീറ്റ വസ്തുക്കളിൽ മെറ്റബോളിസത്തിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന ചില തീറ്റ ഘടകങ്ങൾ അല്ലെങ്കിൽ പോഷകങ്ങൾ, എന്നാൽ അവ കോഴികളുടെ ശരീരത്തിലെത്തുമ്പോൾ മറ്റു ചില പോഷകങ്ങളുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഇതിനെയാണ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു ഉദാഹരണം മുട്ടയിൽ കാണുന്ന അവിഡിൻ എന്ന ആൻറ്റി വൈറ്റമിൻ ഫാക്ടറാണ്. രണ്ടാമത്തെ ടേം ഹാംഫുൾ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂവന്റ്. സാധാരണ നിലയിൽ ഇവ കോഴികളുടെ ശരീരത്തിൽ എത്തിയാൽ അവയുടെ മെറ്റബോളിസത്തിന് തകരാറുകൾ ഉണ്ടാക്കുകയും അവയ്ക്ക് ദോഷകരമായ രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ജൈവികവും സാമ്പത്തികവുമായ നഷ്ടം കർഷകർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. Harmful natural constituent is a substance which under practical circumstances can impair animal metabolism and produce adverse biological or economic effects in animal production. Classification of harmful natural toxicants by chemical structure. രാസഘടനയുടെ അടിസ്ഥാനത്തിൽ ഹാനികരമായ പ്രകൃതിയിലുള്ള വിഷാംശത്തിന് പലതായി തരംതിരിക്കാം. ഒന്ന്, ആൽക്കലോയിഡ്സ്.
നമുക്കറിയാവുന്ന ഭക്ഷ്യയോഗ്യമായ പല വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ് എന്ന് ടാബുലാർ കോളത്തിൽ തന്നിരിക്കുന്നു. പുകയില, ടുബാക്കോ, അതിൽ നിക്കോട്ടിൻ. കാസ്റ്റർ പ്ലാന്റ് സീഡ്സ്, ആവണക്കിൻ്റെ സീഡിൽ റെസിനിൻ കാണുന്നു. ബെല്ലഡോണ, അട്രോപ്പിൻ ആൽക്കലോയിഡ് ഉണ്ട്. കൊക്കോ ചെടികളിൽ അതിൻ്റെ ഇലകളിൽ കൊക്കൈൻ അടങ്ങിയിരിക്കുന്നു. നക്സ്വോമിക്ക, കാഞ്ഞിരത്തിൻ്റെ സീഡിൽ സ്ട്രിക്നിൻ. ഓപ്പിയം ചെടികളിൽ അതിൻ്റെ ഉണങ്ങിയ കറയിൽ മോർഫിൻ. ഉരുളക്കിഴങ്ങ് അതിൽ കുറച്ചുനാൾ സൂക്ഷിച്ചിരുന്നാൽ തളിരുകൾ വരുന്നത് കാണാം. ആ സ്പ്രൗട്ടിലും സൊളാനിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. 2 ഗ്ലൈക്കോസൈഡ്സ്. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് സയനോജനിക് ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഹൈഡ്രോസയാനിക് ആസിഡ് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു. റൂമിനൻസിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ടപ്പിയോക്ക, ജോവർ, ലിൻസീഡ് എന്നിവയിൽ ഇവ അടങ്ങിയിരിക്കുന്നു. സാപ്പോണിൻ കോഴികളിലും പന്നികളിലും ഇവ വളർച്ച മുരടിക്കാനും തീറ്റ എടുക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. 3 പ്രോട്ടീൻസ്. പ്രോട്ടീസ് ഓർ ട്രിപ്സിൻ ആൻഡ് അമൈലേസ് ഇൻഹിബിറ്റർ, അതായത് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ്, ഇലാസ്റ്റേസ് പോലുള്ള എൻസൈംസ് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവയെ തടയുന്നു പ്രോട്ടീസ് അമൈലേസ് ഇൻഹിബിറ്റർ. ലെഗ്യൂംസിൽ, അതായത് പയറുവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും പൊട്ടറ്റോസിലുമൊക്കെ ഇവ കാണുന്നു. 4 അമിനോ ആസിഡ്സ് ആൻഡ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇതിൽ പ്രധാനപ്പെട്ടത് മൈമോസിൻ ആണ്. സുബാബുൾ എന്ന ചെടിയുടെ ഇലകളിൽ ഏകദേശം 2 മുതൽ 6% മൈമോസിൻ കാണപ്പെടുന്നു. ഇത് കോഴികൾക്കും പന്നികൾക്കും മുയലുകൾക്കും 5 മുതൽ 10% മുകളിൽ തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ അവയുടെ ഉൽപാദനക്ഷമത കുറയുന്നതായി കാണുന്നു. 5 കാർബോഹൈഡ്രേറ്റ്സ്. അന്നജം മൂലം വളരെ വിരളമായി മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളൂ. 6 ലിപ്പിഡ്സ്. ഇതിനുദാഹരണമാണ് സൈക്ലോപ്രൊപ്പനോയിഡ് ഫാറ്റി ആസിഡ്. പരുത്തി പിണ്ണാക്ക് അല്ലെങ്കിൽ കോട്ടൺ സീഡിൽ കാണുന്ന സ്റ്റെർക്കൂലിക് ആസിഡ്, മാൽവാലിക് ആസിഡ് എന്നിവ സൈക്ലോപ്രൊപ്പനോയിഡ് ഫാറ്റി ആസിഡിന് ഉദാഹരണങ്ങളാണ്. ഇവ കുറച്ചുനാൾ സൂക്ഷിച്ചു വയ്ക്കുന്ന മുട്ടയിൽ മുട്ട വെള്ള, പിങ്ക് കളർ ആവാൻ കാരണമാവുന്നു. 7 മെറ്റൽ ബൈൻഡിങ് സബ്സ്റ്റൻസസ്. ഇതിന് ഉദാഹരണം ഓക്സലേറ്റ്. ചെടികളിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന തോതിലുള്ള ഓക്സലേറ്റ് കണ്ടന്റ് കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നു. ഫൈറ്റേറ്റ്സ്. ധാന്യങ്ങളിലും സോയാബീൻ മീലിലുമൊക്കെ കാണുന്ന ഫൈറ്റിക് ആസിഡ് ശരീരത്തിൻ്റെ ധാതു ലവണങ്ങളുടെ ലഭ്യതയെ ബാധിക്കുന്നു. 8 ഫീനോളിക് കോമ്പൗണ്ട്സ്. കോട്ടൺ സീഡിൽ കാണുന്ന ഗോസിപ്പോൾ ആണ് പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട്. ഇവ പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നു. 9 മൈക്കോടോക്സിൻസ്. പ്രധാനപ്പെട്ട ഫംഗസുകളായ ആസ്പെർജില്ലസ്, പെൻസീലിയം, ഫിസേറിയം മുതലായവ ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റബോളിക് ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള വിഷപദാർത്ഥമാണ് മൈക്കോടോക്സിൻ. ഇവ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് മൂലം വളർച്ച മുരടിക്കാനും തീറ്റ എടുക്കുന്നത് കുറയാനും കാരണമാകുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ ടോക്സിക്കൻസ് ബൈ ദെയർ ഒക്കറൻസ് ഇൻ ഫീഡ്സ്. തീറ്റയിൽ കാണപ്പെടുന്നതിനനുസരിച്ച് പ്രകൃതിയാലുള്ള വിഷപദാർത്ഥങ്ങളുടെ തരംതിരിവ് ഒരു ടാബുലാർ കോളത്തിൽ കാണിക്കുന്നു. എല്ലാ ധാന്യങ്ങളിലും ഫൈറ്റേറ്റ്സ്, മൈക്കോടോക്സിൻസ് എന്നിവ കാണാവുന്നതാണ്. പൊട്ടറ്റോ, സൊളാനം ആൽക്കലോയിഡ്സ്.
tapioca, cyanogenic glycosides, soybean, trypsin inhibitor, lectin, goitrogens, saponins, phytates, mycotoxin, cottonseed, gossypol, tannin, cyclopropionide, fatty acid, mycotoxin, rapeseed or mustard oil cake, glucosinolates, tannins, erucic acid, snapins, linseed meal, linamarin, linatin, tropical grass, oxalates. ഇവയാണ് സാധാരണ കാണാവുന്ന വിഷപദാർത്ഥങ്ങൾ. അടുത്ത സെഷനിൽ കോഴിത്തീറ്റ ഉൽപാദനത്തിൽ അവയുടെ ഗുണമേന്മ നിയന്ത്രണത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഫീഡ് ഇൻഗ്രീഡിയൻസ്, തീറ്റ ഘടകങ്ങളുടെ ഗുണമേന്മ നിയന്ത്രണം. ഗുണമേന്മയുള്ള തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ പ്രക്രിയകൾ, അവ തീറ്റ ഘടകങ്ങൾ സംഭരിക്കുന്ന സംഭരണശാലകളിലാവാം, ഫീഡ് മില്ലിൽ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എടുക്കുന്ന നിയന്ത്രണ മാർഗങ്ങളോ തീറ്റ വിതരണ സമയത്ത് എടുക്കുന്ന നിയന്ത്രണ മാർഗങ്ങളോ ആവാം. Quality control deals with in-plant process measurement that ensure quality parameters are met during receiving, manufacturing and delivery. ഇന്ത്യയിൽ ഒരു കോഴിത്തീറ്റ അല്ലെങ്കിൽ കാലിത്തീറ്റ എന്ന ലേബലിൽ വിൽക്കുന്ന സാധനങ്ങളുടെ ഗുണമെന്ന് നിയന്ത്രിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. ഇത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986 അനുസരിച്ച് സ്ഥാപിതമായ ഒരു അതോറിറ്റിയാണ്. 2 തരത്തിൽ ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റി നമുക്ക് നോക്കാവുന്നതാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റിയും 2 ക്വാണ്ടിറ്റേറ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റിയും. ക്വാളിറ്റേറ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റിയിൽ അതിൻ്റെ ചില ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഒരു തീറ്റ ഘടകത്തിൻ്റെ നിറം, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ മണം, രുചി, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ്, നനവെന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ, മായങ്ങൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, എന്തെങ്കിലും കേടുപാടുകളോ പോഷക മൂല്യത്തിൻ്റെ ശോഷണം സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ശല്യം ഉണ്ടായിട്ടുണ്ടോ, ഫീക്കൽ മെറ്റീരിയലിൻ്റെ അംശം എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ, ഹെയേഴ്സ് ഉണ്ടോ, ആ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് നടത്താവുന്ന സ്പോട്ട് കെമിക്കൽ ടെസ്റ്റുകൾ എന്നിവ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് 2 തരത്തിൽ നമുക്ക് പരിശോധന നടത്താവുന്നതാണ്. ഒന്ന് കെമിക്കൽ അനാലിസിസും 2 ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൻ്റെ പരിശോധനയും. കെമിക്കൽ അനാലിസിസിൽ ഒരു തീറ്റ വസ്തുവിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, ക്രൂഡ് പ്രോട്ടീൻ, ക്രൂഡ് ഫൈബർ, ഈതർ എക്സ്ട്രാക്ട്, സോൾട്ട്, ആസിഡ് ഇൻസോലുബിൾ ആഷ്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, യൂറിയ, നോൺ പ്രോട്ടീൻ നൈട്രോജൻ സബ്സ്റ്റൻസസ് തുടങ്ങിയ ഘടകങ്ങളെ പരിശോധിക്കുന്നു. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൽ ഒന്ന് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്, പുറമേ നിന്നും തീറ്റ വസ്തുക്കളിൽ ചേരാവുന്ന പദാർത്ഥങ്ങൾ ആയ മൈക്കോടോക്സിൻസ്, മറ്റ് കളകൾ, ഇൻസെക്ട്സിനെയും മറ്റു കളകളെയും ഫംഗസുകളെയും ഒക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്, ഹെർബിസൈഡ്, ഫംഗിസൈഡ് എന്നിവയുടെ അളവ് പരിശോധിക്കുന്നു. 2 ഇൻട്രിൻസിക്, തീറ്റ വസ്തുക്കളിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളായ അലർജിൻസ്, ലെക്റ്റിൻസ്, ഫൈറ്റോഇസ്ട്രജൻസ്, ഗ്ലൂക്കോസിനലേറ്റ്സ്, സാപ്പോണിൻ, ടാനിൻ, ഗോസിപ്പോൾ മുതലായ വസ്തുക്കളെ പരിശോധിക്കുന്നു. തീറ്റ വസ്തുക്കളുടെ ഡീകമ്പോസിഷനും റാൻസിഡിറ്റിയും, അതായത് കേടായതിൻ്റെ തോത് മനസ്സിലാക്കുന്നതിനായി അവയുടെ ആസിഡ് വാല്യൂവും പെറോക്സൈഡ് വാല്യൂവും ഒക്കെ പരിശോധിക്കാവുന്നതാണ്. തീറ്റ വസ്തുക്കളുടെ പ്രോട്ടീൻ ക്വാളിറ്റി, മാംസ്യത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കാനായി
പ്രോട്ടീൻ സോലുബിലിറ്റി അല്ലെങ്കിൽ ഡിസ്പേഴ്സിബിലിറ്റി ടെസ്റ്റുകളും നൈട്രജൻ സോലുബിലിറ്റി ടെസ്റ്റുകളും നടത്താവുന്നതാണ്. കോഴിത്തീറ്റ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണമേന്മ 3 തരത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സൈറ്റ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് അവയുടെ കളർ, സൈസ്, ഹോമോജനിറ്റി എന്നിവ പരിശോധിക്കാവുന്നതാണ്. കളർ. നിറത്തിലെ വ്യത്യാസം അവയുടെ സൂക്ഷിപ്പ് രീതി, പാകം, മാലിന്യം ചേർത്തിട്ടുണ്ടോ, കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ സഹായിക്കുന്നു. ചിലപ്പോൾ കേടായ വസ്തുക്കൾ കറുത്ത നിറത്തിൽ കാണുന്നു. സൈസ്. വലിപ്പം അനുസരിച്ച് ധാന്യങ്ങളുടെ എനർജി വാല്യൂ വ്യത്യാസം വരുന്നു. ചെറിയ ധാന്യങ്ങൾക്ക് എനർജി വാല്യൂ കുറവായിരിക്കും. ഹോമോജനിറ്റി. മറ്റ് ധാന്യങ്ങൾ, ഉമി, കളകൾ, പോഷക മൂല്യം കുറഞ്ഞ പ്രാണികൾ നശിപ്പിച്ച ധാന്യവിത്തുകൾ എന്നിവ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധനയിലൂടെ മനസ്സിലാക്കാം. അരിത്തവിടിൽ ഉമി ചേർക്കുന്നതും മറ്റും ഇതിലൂടെ മനസ്സിലാക്കാം. 2. സ്മെൽ. ദുർഗന്ധം ഉണ്ടെങ്കിൽ ഫംഗസ് ബാധയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടേതിന് സമാനമായ മണം കീടനാശിനികളുടെ അമിത ഉപയോഗവും കാണിക്കുന്നു. നിറത്തിൽ വ്യത്യാസമില്ലെങ്കിൽ പോലും ഗന്ധത്തിന്റെ വ്യത്യാസം ശ്രദ്ധിച്ചാൽ കേടായ തീറ്റ മനസ്സിലാക്കാം. 3. ടേസ്റ്റ്. ഓരോ തീറ്റ വസ്തുക്കളുടെയും രുചി വ്യത്യസ്തമാണ്. രുചിച്ചു നോക്കുന്നത് വഴി ഉപ്പിന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പല തീറ്റ വസ്തുക്കളും. 4. ടച്ച്. തൊട്ടു നോക്കുന്നതിലൂടെ എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട്, നനവ് കൂടുതൽ ആണോ എന്ന് അറിയാൻ സാധിക്കുന്നു. സൗണ്ട്. നാണയങ്ങൾ തറയിൽ വീഴുന്നത് പോലെ ശബ്ദമുള്ള തീറ്റ വസ്തുക്കൾ നന്നായി ഉണങ്ങി പാകമായതാണെന്ന് മനസ്സിലാക്കാം. ഫീഡ് ഇൻഗ്രീഡിയൻസ്, അതായത് തീറ്റ ഘടകങ്ങളെ പരിശോധിക്കാൻ ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന ഫിസിക്കൽ മെത്തേഡുകളാണ് ഇനി പറയുന്നത്. 1. ടെസ്റ്റ് ടു അസസ് സാൻഡ് ലെവൽ. മണലിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. മണൽ, ഉമി എന്നിവയാണ് ഏറ്റവും കൂടുതൽ മായം ചേർക്കാൻ ഉപയോഗിക്കുന്നത്. ധാന്യങ്ങൾ ഭാരം നോക്കിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഇത് കൈകളിൽ അരിച്ചെടുത്താൽ ധാന്യങ്ങളെ മാറ്റാനും വെള്ളത്തിന്റെ അടിത്തട്ടിലുള്ള മണൽ ഭാരം നോക്കി മായം ചേർത്തതിന്റെ അളവ് കണ്ടുപിടിക്കാവുന്നതുമാണ്. 2. സീവി. വലിപ്പമനുസരിച്ച് അരിച്ചെടുക്കുന്നതിലൂടെ മായം കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീറ്റ വസ്തുക്കളിൽ ഉമി ചേർത്തിട്ടുണ്ടെങ്കിൽ പതിര് മാറ്റിയെടുക്കുന്നതിലൂടെ അറിയാൻ സാധിക്കും. 3. ടെസ്റ്റ് വെയിറ്റ്. ഒരു നിശ്ചിത എണ്ണം ധാന്യത്തിന്റെ ഭാരം മനസ്സിലാക്കുന്നതിലൂടെ ബൾക്കായി ശേഖരിച്ചിട്ടുള്ള ധാന്യത്തിന്റെ വെയിറ്റ് കണക്കാക്കാനും മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനും സാധിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡായ കെമിക്കൽ ഇവാലുവേഷൻ ആണ് ഇവിടെ പറയുന്നത്. കെമിക്കൽ ഇവാലുവേഷനിലൂടെ മോയ്സ്ചർ കണ്ടന്റ്, ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ്, ഈതർ എക്സ്ട്രാക്ട്, ക്രൂഡ് ഫൈബർ, ടോട്ടൽ ആഷ്, നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് മുതലായ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നും ഏത് തരത്തിലുള്ള സാമ്പിളാണ് ഉപയോഗിക്കുന്നതെന്നും ഇവിടെ ടാബുലർ കോളത്തിൽ തന്നിട്ടുണ്ട്. ഫീഡ് മൈക്രോസ്കോപ്പി. കോഴിത്തീറ്റയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നും ഏതൊക്കെ മായമാണ് ചേർത്തിട്ടുള്ളതെന്നും അറിയാൻ ഉപയോഗിക്കുന്നു. ഇതിലൂടെ തീറ്റയുടെ ഗുണമേന്മ മനസ്സിലാക്കാൻ കഴിയുന്നു. മൈക്രോസ്കോപ്പിൽ ഭൗതികമായ സവിശേഷതകൾ, ലോ പവർ മാഗ്നിഫിക്കേഷനും ചെടികളുടെ കോശ ഘടനയും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഹൈ മാഗ്നിഫിക്കേഷനും ഉപയോഗിക്കുന്നു. പ്രോസസ് കൺട്രോൾ. തീറ്റ ഉൽപാദന പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഗുണമേന്മയുള്ള തീറ്റ ഘടകങ്ങളെ ചേർത്ത് ഗുണമേന്മയുള്ള തീറ്റ നിർമ്മിക്കാൻ ഫീഡ് മില്ലിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ, മെഷീനറി, പ്രൊസീജിയേഴ്സ്. പേഴ്സണൽ, അതായത് ജോലിക്കാർ. ഒരു പുതിയ ആളെ ജോലിക്ക് എടുക്കുമ്പോൾ അയാളുടെ ഉൽപാദനക്ഷമത, താല്പര്യം അല്ലെങ്കിൽ ജാഗ്രത, ഒരു ടീം അംഗമായി പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവ നോക്കണം. പെട്ടെന്ന് തന്നെ ജോലിയുമായി പൊരുത്തപ്പെടുന്ന ആൾ ആവണം. മെഷീനറി.
ഒരു തീറ്റ ഉൽപാദന കേന്ദ്രത്തിന് ആവശ്യമായ ഉപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അവയുടെ പ്രവർത്തനം, അറ്റകുറ്റപ്പണികൾ ചെയ്യുക, ഒരു പ്രശ്നമുണ്ടായാൽ അത് ചെറിയ സമയത്തിനുള്ളിൽ പരിഹരിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. പ്രൊസീജിയർ. ഉൽപാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണ ആവർത്തന സ്വഭാവമുള്ളതുകൊണ്ട് തിരിച്ചറിയാൻ എളുപ്പമാണ്. ക്വാളിറ്റി ആൻഡ് പ്രോസസ് കൺട്രോൾ. പേഴ്സണൽ, മെഷീനറി, പ്രൊസീജിയർ ഇവ ശരിയായാൽ ഫീഡ് മില്ലിൽ എവിടെയൊക്കെ ഗുണമേന്മ നിയന്ത്രണത്തിനായി പ്രഷർ പോയിന്റ്സ് ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിക്കാവുന്നതാണ്. ഈ പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇൻഗ്രീഡിയൻറ്റ് ഇൻവെന്ററീസ്, ശരിയായ അളവിൽ തീറ്റ ഘടകങ്ങൾ, ഫീഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുവോ എന്ന് നോക്കണം. ബിൻ ക്ലീനിങ്, ഫീഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിന്നിൽ പൂപ്പൽ ബാധയോ മറ്റു പ്രശ്നങ്ങളോ തടയാനായി മാസത്തിലൊരിക്കൽ പരിശോധിക്കുകയും വൃത്തിയാക്കുകയും വേണം. വെരിഫിക്കേഷൻ ഓഫ് എക്യുപ്മെന്റ് ക്ലെൻലിനെസ് ആൻഡ് കണ്ടീഷൻ, ഉപകരണങ്ങൾ കൃത്യമായി ഇടവേളകളിൽ പരിശോധിക്കുക. ഗ്രൈൻഡിംഗ്, ഹാമർ മിൽ പോലുള്ള മറ്റ് ഗ്രൈൻഡിംഗ് ഉപകരണങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ബാച്ച് സിസ്റ്റം വാലിഡേഷൻ, ഒരു ബാച്ചിലെ തീറ്റയുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിലൂടെ മാനുഫാക്ചറിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മിക്സിംഗ്, ഫീഡ് പ്രിപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിംഗ്. പെല്ലറ്റിംഗ് ആൻഡ് പെല്ലറ്റ് കൂളിംഗ് ഫീഡ് മില്ലിലെ ഏറ്റവും കോംപ്ലക്സ് ആയ പ്രോസസ്സാണ്. ഇത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചറിനെയും ഫിനിഷിനെയും ബാധിക്കുന്ന ഒന്നാണ്. ഇതിൽ കണ്ടീഷനിങ് ടെമ്പറേച്ചർ, കൂൾ പെല്ലറ്റ് ടെമ്പറേച്ചർ, മോയ്സ്ചർ ഗെയിൻ, ക്രംബിൾ ടെക്സ്ചർ, പെല്ലറ്റ് ഡ്യൂറബിലിറ്റി എന്നിവ കൃത്യമായ ഇടവേളകൾ പരിശോധിക്കേണ്ടതാണ്. മീറ്റേഴ്സ് ആൻഡ് സ്കെയിൽ, എത്ര അളവിൽ ഏതൊക്കെ തീറ്റ ചേർക്കണമെന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്യുക. ട്രക്ക് ഇൻസ്പെക്ഷൻ ആൻഡ് ക്ലീനിങ്, ട്രക്കിൽ നനവോ പൂപ്പൽ ബാധയോ മറ്റു മാലിന്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. ഫിനിഷ്ഡ് ഫീഡ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപ്പാദിപ്പിച്ച തീറ്റയുടെ ഗുണമേന്മ. ഇത് പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു സാമ്പിൾ എടുക്കുകയോ 100 ടൺ ഉൽപ്പാദനം നടക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായി ഫിക്സ് ചെയ്തിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത സെഷനിൽ കോൺസിക്വൻസസ് ഓഫ് ഇംപ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ഫീഡ്, നേരായ രീതിയിൽ തീറ്റ സൂക്ഷിക്കാത്തത് കൊണ്ടുള്ള പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ലോസസ് ഒക്കറിങ് ഇൻ ഫീഡ് സ്റ്റഫ്സ് ഡ്യൂറിങ് സ്റ്റോറേജ്, ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിലൂടെ തീറ്റ സാധനങ്ങളുടെ മൂല്യം 4 തരത്തിൽ നഷ്ടമാകുന്നു. 1. വെയ്റ്റ് ലോസ്, അവയുടെ ഭാര നഷ്ടം. 2. ക്വാളിറ്റി ലോസ്, ഗുണമേന്മ നഷ്ടം. 3. ഹെൽത്ത് റിസ്ക്, ഗുണമേന്മയില്ലാത്ത തീറ്റ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. 4. എക്കണോമിക് ലോസ്, സാമ്പത്തിക നഷ്ടം. ചെറുപ്രാണികളും മറ്റു ജീവികളും സൂക്ഷ്മാണുക്കളും തീറ്റ വസ്തുക്കൾ നശിപ്പിക്കുക, ശരിയായ രീതിയിൽ തീറ്റ വസ്തുക്കൾ കൈകാര്യം ചെയ്യാതിരിക്കുക, ഭൗതികവും രാസപരവുമായ അതായത് ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുക എന്നിവയിലൂടെയാണ് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടറായ ഇൻസെക്ട്സ് നമുക്ക് നോക്കാം. പ്രാണികൾ തീറ്റ വസ്തുക്കൾ ഭക്ഷിക്കുകയും അവയുടെ കാഷ്ടം, ശരീരാവശിഷ്ടങ്ങൾ, ദുർഗന്ധം മറ്റു സൂക്ഷ്മജീവികൾ കൊണ്ട് തീറ്റ വസ്തുക്കളെ മലിനമാക്കുകയും ചെയ്യുന്നു. തീറ്റ വസ്തുക്കളുടെ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, മോയ്സ്ചർ കണ്ടന്റ് എന്നിവ പ്രാണികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. തീറ്റ വസ്തുക്കളിലെ പോഷക മൂല്യവും ചില ഭൗതിക ഘടകങ്ങളും ഇതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നു.
16% അതിലധികമോ മോയ്സ്ചർ കണ്ടന്റ്, അതായത് ഈർപ്പം ഉണ്ടെങ്കിൽ ധാന്യങ്ങൾ സോഫ്റ്റ് ആകാനും പ്രാണികൾ നശിപ്പിക്കാനുള്ള സാധ്യതയും കൂടുന്നു. ടെമ്പറേച്ചർ. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസിൽ പ്രാണികളുടെ ശല്യം വർദ്ധിക്കുന്നത് കാണുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 70% മുകളിൽ ആപേക്ഷിക ആർദ്രത വന്നാൽ പൂപ്പൽബാധ ഉണ്ടാവുകയും സ്ഥിതി മോശമാവുകയും ചെയ്യുന്നു. കുറഞ്ഞ ഈർപ്പവും, അതായത് നനവും, താഴ്ന്ന ആപേക്ഷിക ആർദ്രതയും ഫീഡ് ഇൻഗ്രീഡിയൻസിനെ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. തീറ്റയുടെ നനവ് തീറ്റ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കുന്നുണ്ട്. ധാന്യങ്ങൾ നനവുണ്ടെങ്കിൽ അവ അവിടെ താപനില വർദ്ധിപ്പിക്കുന്നു, തീറ്റയുടെ നാശം സംഭവിക്കുന്നു. ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻ, അതായത് പ്രാണികളുടെ ആക്രമണം ചിലപ്പോൾ തീറ്റ അധികമായി ചൂടാകുന്നതിന് കാരണമാകുന്നു. ഇതിനോടനുബന്ധിച്ച് അവിടുത്തെ താപനില 45 ഡിഗ്രി മുതൽ 75 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ ഇടയാകുന്നു. ഇത് വ്യാപകമായ നഷ്ടവും ചിലപ്പോൾ തീ പിടിക്കുന്നതിന് വരെ കാരണമാകുന്നു. മിക്കവാറും എല്ലാ തീറ്റ വസ്തുക്കളും സൂക്ഷിച്ചു വയ്ക്കുന്നതിലൂടെ അവയുടെ പോഷക മൂല്യത്തിലും രുചിയിലും വ്യത്യാസം സംഭവിക്കുന്നു. പ്രാണികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിപ്പേസ് എൻസൈം കൂടുതൽ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മിക്കവാറും തീറ്റ വസ്തുക്കളിൽ ഉയർന്ന നിരക്കിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. സ്റ്റോറേജിനിടയിൽ ഇവ ഫ്രീ ഫാറ്റി ആസിഡായി മാറുകയും രുചി കുറയ്ക്കുകയും റാൻസിഡിറ്റി, അതായത് പുളിച്ചു പോകുന്നത് പോലെ റിയാക്ഷൻ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. പ്രാണികളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് മൈക്രോ ഓർഗാനിസംസ്. പ്രകൃതിയിൽ തന്നെയുള്ള ബയോളജിക്കൽ കണ്ടാമിനൻ്റ് ആണ് സൂക്ഷ്മജീവികൾ. ബാക്ടീരിയ, ഫീൽഡിലുള്ള ഫംഗസ് ഒന്നും 20% താഴെ മോയ്സ്ചർ കണ്ടന്റിൽ നിലനിൽക്കാറില്ല. എന്നാൽ പുറമേ നിന്നുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് അഡ്വൻറ്റീഷ്യസ് മൈക്രോ ഓർഗാനിസംസ് മൂലം തീറ്റ ഉൽപാദന പ്രക്രിയയുടെ ഏതെങ്കിലും സ്റ്റേജിൽ റീകണ്ടാമിനേഷൻ ഉണ്ടായാൽ ഇവ 15 മുതൽ 20% മോയ്സ്ചർ കണ്ടന്റിലും 70 മുതൽ 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലും ഫംഗസിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അനുയോജ്യമായ കാലാവസ്ഥയിൽ ഫംഗസ് അതിനു ചുറ്റും താപനില വർദ്ധിപ്പിക്കുകയും അതിലൂടെ മോയ്സ്ചർ കണ്ടന്റ് വർദ്ധിക്കുകയും സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് തീറ്റയുടെ നാശത്തിന് കാരണമാകുന്നു. സ്റ്റോറേജ് ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഇഫക്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. മൈക്കോടോക്സിൻ പ്രൊഡക്ഷൻ. ഫംഗസിന്റെ മെറ്റബോളൈറ്റായ മൈക്കോടോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹീറ്റിംഗ്, ചൂട് കൂടുന്നു. മോയ്സ്ചർ ഇൻക്രീസ്, നനവ് വർദ്ധിക്കുന്നു. മസ്റ്റിനെസ് അല്ലെങ്കിൽ സ്റ്റെയിൽനെസ്, തീറ്റ കേടാകുന്നു. അടുത്ത സെഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫീഡ് ഇൻവെന്ററി ആൻഡ് ചെക്കിംഗ് ഓഫ് സ്റ്റോക്ക് ലെവൽ ഓൺ എ റെഗുലർ ബേസിസ്. ഒരു സ്റ്റോക്ക് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും കൃത്യമായ ഇടവേളകളിൽ സ്റ്റോക്ക് ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. ഫീഡ് ഇൻവെന്ററി. തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് സൂക്ഷിക്കുന്നതിനെയാണ് ഫീഡ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ കയ്യിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും സ്റ്റോക്ക് എത്ര ഉണ്ട് എന്നും അവയുടെ റെക്കോർഡ് എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നതും അറിയാൻ വേണ്ടിയാണ്. ഇതിൽ ഉൽപ്പാദനത്തിൻ്റെ ഓരോ സ്റ്റേജിലും റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് മുതൽ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നത് വരെ റോ മെറ്റീരിയൽസ് എത്രത്തോളം ഉപയോഗിക്കുന്നുവെന്നും റോ മെറ്റീരിയൽസ് തീരാറാകുമ്പോൾ റീ ഓർഡർ ചെയ്യുന്നതിൻ്റെ കണക്കും എല്ലാം ഉൾപ്പെടുന്നു. ഒരു സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ലെവല്
ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. പുതിയ റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ സഹായിക്കുന്നു. ഉള്ള സ്റ്റോക്കിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാനും സാധിക്കുന്നു. ഏതൊക്കെ രീതിയിൽ ഒരു ഫീഡ് ഇൻവെൻട്രി തയ്യാറാക്കാം എന്ന് നോക്കാം. ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു പെൻസിലും പേപ്പറും ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫീഡ് വെയിങ് സിസ്റ്റവുമായി ഏകോപിപ്പിച്ചിട്ടുള്ള കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ലളിതമായ മാനുവൽ രീതി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ബുക്ക് സൂക്ഷിക്കുക. ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ള ചെറിയ ബിസിനസ്സുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഏതൊക്കെ സ്റ്റോക്ക് റിസീവ് ചെയ്തു, ഏതൊക്കെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തു എന്നത് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്റ്റോക്ക് ബുക്കിനോടൊപ്പം ഒരു റീ ഓർഡർ സിസ്റ്റം കൂടെ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അത് റീ ഓർഡർ ചെയ്യാനും അത് സ്റ്റോക്ക് ബുക്കിൽ എൻ്റർ ചെയ്യാനും സാധിക്കുന്നു. സ്റ്റോക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലുള്ള ഇൻവെൻട്രിയാണ്. ഓരോ സ്റ്റോക്കിനും ഒരു കാർഡ് ഉണ്ടാവും. അതിൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു വിവരണം, അതിൻ്റെ വാല്യൂ, ലൊക്കേഷൻ, ഏത് ലെവലിലെത്തുമ്പോൾ റീ ഓർഡർ ചെയ്യണം, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ്, നേരത്തെ ഉള്ള സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയ മാനുവൽ സിസ്റ്റത്തിൽ കോഡിംഗ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്വാളിറ്റി കൺട്രോളിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കോഡിൽ ആ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതിൻ്റെ ലൊക്കേഷൻ, ഏത് ബാച്ചിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിവ അറിയാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റവും മാനുവൽ രീതി പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് വിവരങ്ങൾ കിട്ടാൻ സഹായിക്കുന്നു. പല തരത്തിലുള്ള സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയിരിക്കും നല്ല ഒരു ഓപ്ഷൻ. ഇതിൻ്റെ മറ്റ് ഉപയോഗപ്രദമായ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് പ്രൈസിംഗ് ഡേറ്റയെ അക്കൗണ്ടിങ് ആൻഡ് ഇൻവോയ്സിംഗ് സിസ്റ്റവുമായിട്ട് യോജിപ്പിക്കാവുന്നതാണ്. ഒരു സിസ്റ്റത്തിൽ തന്നെ ഒരേ രീതിയിലുള്ള ഡേറ്റ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്താൽ മതിയാവും. ഇതിൽ നിന്നും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ സ്റ്റോക്ക് എത്രയുണ്ടെന്നും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നും അത് ഇൻവോയ്സിൽ എത്ര എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതും മറ്റ് കണക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് ആൻഡ് പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് ഇവ ഒരു സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് ഒരു സ്റ്റോക്ക് എത്ര ബാക്കിയുണ്ട് എന്നും അതിന് എത്ര അളവിലുണ്ട് എന്നുള്ളതിൻ്റെയും കണക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നു. ഓട്ടോമാറ്റിക് സ്റ്റോക്ക് മോണിറ്ററിംഗ്, ഇതിൽ ഒരു സ്റ്റോക്ക് റീ ഓർഡർ ലെവലിലെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓട്ടോമാറ്റിക് ബാച്ച് കൺട്രോൾ, ഉൽപ്പന്നങ്ങൾ ബാച്ചുകളായിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു. ഐഡൻറ്റിഫൈങ് ദ ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് സപ്ലയേഴ്സ്, ഏറ്റവും താഴ്ന്ന നിരക്കിൽ ഏറ്റവും വേഗത്തിൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ബാർകോഡിംഗ് കൂടെ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണവും റെക്കോർഡിങ്ങും വളരെ വേഗത്തിൽ ചെയ്യാൻ
സാധിക്കുന്നു. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ RFID ഉപയോഗിച്ച് ഓരോ ഉൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ ഓരോ കമ്പോണൻസിനെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഒരു എഫിഷ്യൻ്റ് സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ ഓരോ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ തീറ്റ ഘടകങ്ങളെ സ്റ്റോക്ക് ട്രാക്കിംഗ് അല്ലെങ്കിൽ ബാച്ച് ട്രാക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനം മുതൽ വിപണനം വരെയുള്ള സോഴ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഒരു ബാച്ചിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റോക്ക് നമ്മൾ ചിട്ടയായ രീതിയിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. 2 തരത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് സ്റ്റോക്ക് ടേക്കിംഗ്, അതായത് കൃത്യമായ ഇടവേളകളിൽ സ്റ്റോക്കിൻ്റെ ഓഡിറ്റ് നടത്തുക. 2 റോളിംഗ് ഇൻവെൻറ്ററി, സ്ഥിരമായി ചെയ്യുന്ന സ്റ്റോക്ക് ചെക്കിംഗ്. ഫീഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് കുറച്ചുകൂടി സങ്കീർണമാണ്. ഇവിടെ എത്ര നാൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് അവൈലബിൾ ആയിരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നു. ഈ സെഷനിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഡിഫൈൻ അഡൾട്രൻ്റ്. അഡൾട്രൻ്റ് എന്താണ് എന്ന് നിർവചിക്കുക. എക്സ്പാൻഡ് BISൻ്റെ പൂർണ്ണരൂപം എഴുതുക. വാട്ട് ആർ ദ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഫീഡ് പ്രൊഡക്ഷൻ. തീറ്റ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണമേന്മ പരിശോധിക്കാൻ ഏതൊക്കെ ഫിസിക്കൽ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് എഴുതുക. വാട്ട് ആർ ദ ചീഫ് ഇഫക്ട്സ് ഓഫ് സ്റ്റോറേജ് ഫംഗൈ ഓൺ ഫീഡ് സ്റ്റഫ്. തീറ്റയിൽ സ്റ്റോറേജ് ഫംഗൈ മൂലമുണ്ടാകുന്ന പ്രധാന ഇഫക്റ്റുകൾ എന്തെല്ലാമെന്ന് എഴുതുക. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് വിശദമായി എഴുതുക.